ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നവംബർ മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തൊഴുപാടം യേശുഭവൻ ധ്യാനത്തിലാണ് ഇപ്പോൾ സിസ്റ്റർ നിൽക്കുന്നത്. അനേകം മക്കൾ ഇവിടെ വന്ന് ധ്യാനിച്ച് മാനസാന്തരപ്പെട്ടു പോകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. സാക്ഷ്യങ്ങൾക്ക് വലിയ പ്രാധാന്യം സിസ്റ്റർ കൊടുക്കാറില്ല. തുടക്കം മുതലേ വല്ലപ്പോഴൊരു സാക്ഷ്യമിടും. സാക്ഷ്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ അച്ഛൻ വഴി, സിസ്റ്ററുടെ ചാനൽ വഴി, അങ്ങനെയൊക്കെ പലപ്പോഴും വ്യക്തിസ്തുതിപ്പുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളതിനാൽ പരിശുദ്ധാത്മാവ് സാക്ഷ്യങ്ങൾക്കധികം പ്രാധാന്യം കൊടുക്കരുത്. അവർ ദൈവത്തോട് കിട്ടിയ നന്ദി പറയുക, ഹല്ലേലൂയ 1000 വട്ടം എഴുതി കർത്താവിനോട് നന്ദി പറയുക. പ്രിയപ്പെട്ടവരെ, വലിയൊരു വെളിപാട് അല്ലെങ്കിൽ മുന്നറിയിപ്പ് പറയാനുള്ളത്, മരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ കരുണ, മരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ കരുണ, മരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിധി. ഇത് നവംബർ മാസത്തിൽ നമ്മൾ പ്രത്യേകമായിട്ട് ഓർക്കുന്ന മാസമാണ്. മരിക്കുന്നത് വരെ ദൈവത്തിൻ്റെ കരുണ, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ കരുണയല്ല, പിന്നെ വിധിയാണ്. നമുക്ക് നന്നായിട്ട് ഒരുങ്ങാം. സിസ്റ്റർ എപ്പോഴും പറയാറുണ്ട്, ഓ എൻ്റെ ഈശോയെ ഇടവിടാതെ ചൊല്ലിക്കൊണ്ടിരിക്കുക. അതൊരു പാപപരിഹാര പ്രോസസ്സാണ്. ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരക അഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, വിശിഷ്യ ശുദ്ധിയർസത്തിലെ ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഓർക്കുക, ഒരു പരിശുദ്ധ കുർബാന കിട്ടിയാൽ ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് പിന്നാലെ നടക്കുന്ന ഒരുപാട് ശുദ്ധീകരണ ആത്മാക്കളുണ്ട്. നിങ്ങളൊരു ജപമാല ചൊല്ലിയാൽ അതുവഴി ഞാൻ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറയുന്ന ഒരുപാട് ആത്മാക്കളുണ്ട്. വിശുദ്ധ ജെർത്രൂദിൻ്റെ പ്രാർത്ഥന ചൊല്ലിയാൽ 1000 ആത്മാക്കൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞ് നമ്മുടെ പിന്നാലെ നടക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ അനാഥ ആത്മാക്കളുടെ സ്വരം പ്രത്യേകം നമ്മളെ പിന്തുടരട്ടെ. നമുക്ക് ശ്രവിക്കാം. ആമേൻ.